അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ സെമിനാറിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ CP ഷഹീദ് റംസാൻ, മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ശ്രീ ഋഷിരാജ് സിംഗ് സർ, വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ സെബി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീ KK സൽമാൻ, TK ഹുസൈൻ സാഹിബ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റു ആദരണീയരായ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നേരത്തെ ഇവിടെ സ്വാഗത പ്രഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലും സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടും ഇസ്ലാമിക് ഫിനാൻസുമായി ബന്ധപ്പെട്ടുമുള്ള കേരളീയ സമൂഹത്തിൻ്റെ ഗൗരവപൂർവ്വമുള്ള ചർച്ചയ്ക്കും ആവിഷ്കാരങ്ങൾക്കും വലിയ പങ്ക് നിർവഹിച്ച ഒരു സംവിധാനമാണ് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ഇസ്ലാമിക് എക്കണോമിക്സ് എന്ന് പറയുന്ന വേദി. 2.5 പതിറ്റാണ്ട് മുമ്പ്, ഏതാണ്ട് 2020 മുതൽ ഈ ഡിസ്കഷൻ കേരളീയ സമൂഹത്തിൽ സജീവമായി രൂപപ്പെട്ടു വന്നതാണ്. ഇസ്ലാമിക് ഫിനാൻസിനെ കുറിച്ചുള്ള ചർച്ച നേരത്തെ ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചയുടെ തന്നെ കൂടെയുള്ളതാണ്. ഇസ്ലാമിൻ്റെ ആശയപരമായ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഘടകങ്ങളിൽ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയുടെ സൗന്ദര്യം മനുഷ്യനുമായി ബന്ധപ്പെട്ടും സമൂഹവുമായി ബന്ധപ്പെട്ടും ഏറെ ശ്രദ്ധേയമാകുന്നത് അത് മുന്നോട്ട് വെക്കുന്നതിൻ്റെ സാമ്പത്തിക കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ കാലം മുമ്പ് തന്നെ ഇസ്ലാമിക് ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച സമൂഹത്തിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. 80കളിലെല്ലാം കേരളീയ സമൂഹത്തിൽ ധാരാളമായി പലിശ അധിഷ്ഠിതമായ സമ്പദ്ഘടനയെ നിരൂപണങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയമാക്കുമ്പോൾ തന്നെ കൊച്ചു കൊച്ചു പലിശരഹിത നിധികളിലൂടെ ബദൽ സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ചും സാമ്പത്തിക സിദ്ധാന്തങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2.5 പതിറ്റാണ്ട് മുമ്പ് വളരെ അക്കാദമിക്കലായി, വളരെ പ്രൊഫഷണലായി ഈ വിജ്ഞാന ശാഖയെ നമുക്ക് സമീപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ 2.5 പതിറ്റാണ്ട് മുമ്പ് എന്ന് പറയുന്നത് ഇസ്ലാമിക് ഫിനാൻസ്, ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്നത് വളരെ നമുക്കകത്ത് വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നല്ല. പക്ഷേ അന്ന് അത്തരമൊരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാനും അത് ജനകീയമാക്കാനും ആ ഒരു സാക്ഷരത സാമ്പത്തിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മലയാളി സമൂഹത്തിന് പകർന്നു കൊടുക്കാനും തീർച്ചയായിട്ടും ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ഇസ്ലാമിക് എക്കണോമിക്സ് എന്ന് പറയുന്ന ഇതുപോലുള്ള വേദിക്ക് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഇസ്ലാമിക് ബാങ്കിങ്ങും ഇസ്ലാമിക് ഫിനാൻസും എന്ന് പറയുന്നത് മലയാളിയോട് സവിശേഷമായി പറയുകയോ പങ്കുവെക്കുകയോ ചെയ്യേണ്ടതില്ലാത്ത വിധം ആളുകൾക്ക് ധാരണയുള്ള, വളരെ നമുക്ക് മുമ്പിൽ ഒരുപാട് പഠനങ്ങൾക്ക് സ്കോപ്പുള്ള ഒരു സംവിധാനമായി നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളിൽ തന്നെ പലരും അത്തരത്തിലുള്ള ഒരുപാട് സംരംഭങ്ങളും അതുപോലെ തന്നെ സംവിധാനങ്ങളും രൂപപ്പെടുത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിൽ വൈജ്ഞാനികമായി സമീപിക്കുന്ന ആളുകൾ എൻ്റെ മുമ്പിലുണ്ട്. ഈ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് സാമൂഹ്യ സംരംഭങ്ങൾക്ക്, സാമ്പത്തിക സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളും എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്. ആ ഒരർത്ഥത്തിൽ ഇന്ന് ഇസ്ലാമിക് ബാങ്കിങ്ങും ഇസ്ലാമിക് ഫിനാൻസും ഇന്ന് വളരെയേറെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു തലത്തിലേക്ക് ആ ചർച്ച വികാസം പ്രാപിച്ചു എന്നുള്ളത് സന്തോഷകരമാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ സെമിനാർ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഭാഗമായി നാം അടിയന്തിരമായ സ്വഭാവത്തിൽ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചതിക്കുഴികളെക്കുറിച്ചുള്ള ഒരു സെമിനാറാണ്. അത് വൈജ്ഞാനികമാണ്. അതോടൊപ്പം തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ട വലിയൊരു സാമൂഹികമായ ഇടപെടലുകളുടെ കൂടി തലം ഇതിനുണ്ട്. ഏതൊരു വൈജ്ഞാനിക പ്രവർത്തനവും സമൂഹത്തിന് ഉപകാരപ്പെടുകയും സമൂഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴാണ് അത് ഗുണകരമായി തീരുക. ആ അർത്ഥത്തിലുള്ള നമ്മുടെ വൈജ്ഞാനിക പ്രവർത്തനത്തിൽ നിന്നാണ് ഇസ്ലാമിക് ബാങ്കിങ്ങും ഇസ്ലാമിക് ഫിനാൻസും ഒക്കെ ഈ ഒരളവിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും നമ്മുടെ സമ്പദ്ഘടനയിലും വലിയ പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചതിക്കുഴികളെക്കുറിച്ചുള്ള ചർച്ച എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്തുള്ള ശരിയായ സ്വഭാവത്തോടു കൂടിയുള്ള ഗൈഡൻസ് സമൂഹത്തിന് നൽകുന്നതോടൊപ്പം തന്നെ ഈ ചതിക്കുഴികളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് വലിയൊരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് ഈ നിക്ഷേപകരാണ് ഇന്ന്
ഇത്തരം ചതിക്കുഴിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ സിമ്പിളായി ഒരു പക്ഷേ ആളുകൾ എങ്ങനെയാണ് ഈ ഇതുപോലുള്ള ഒരു കേരളീയ സംസ്ഥാനത്തിനകത്ത് ഇത്രയേറെ നിക്ഷേപ തട്ടിപ്പുകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. ഏതാണ്ട് 10,000 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് സൂക്ഷ്മമായ പഠനത്തിന് വിധേയമാക്കുന്ന ഘട്ടത്തിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ആരാണ് ഇതിൽ ഇരകളാക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ ആളുകളാണ് ഇതുപോലുള്ള നിക്ഷേപ തട്ടിപ്പിൻ്റെ ഇരകളായി മാറുന്നത്. ഒരു പക്ഷേ സാധാരണക്കാരായ ആളുകളുടെ ചെറിയ നീക്കിയിരിപ്പാണ് ആളുകൾ ഇതിലേക്ക് നീക്കി വെക്കുന്നത്. പല സർവീസുകളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഘട്ടത്തിൽ കിട്ടുന്ന അവർക്ക് ലഭിക്കുന്ന അവസാനം കിട്ടുന്ന അവരുടെ വിരമിക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ചിലരെങ്കിലും തൻ്റെ റിട്ടയർമെൻറ്റ് കാലയളവിൽ ജീവിക്കാനുള്ള ഒരു ജീവിതോപാധിയാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയി ഇടുന്നു, ഇതുപോലുള്ള സംരംഭങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വീട്ടമ്മമാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കാണാവുന്നതാണ്. പലപ്പോഴും ഇത് വാർത്തയാകുമ്പോഴാണ് ഇതിൻ്റെ ആഴവും അതുപോലെ തന്നെ ഇത് എത്രമാത്രം നെറ്റ്വർക്കിംഗ് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുക. അത് മീഡിയകളിൽ വരുമ്പോഴാണ് നമ്മൾ നെട്ടിപ്പോവുക. ഒട്ടുമിക്ക ചിലപ്പോൾ ഒരു ഗ്രാമം തന്നെ ഫിനാൻഷ്യലി ചീറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ട്. ഒരു ഗ്രാമം, ഒരു പ്രദേശം. കാരണം ഇത്തരത്തിലുള്ള തെറ്റായ സ്വഭാവത്തിലുള്ള ഇത്തരത്തിലുള്ള നിക്ഷേപ തട്ടിപ്പുകൾ ഒരു പ്രദേശത്ത് വിശ്വാസ്യത നേടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ തന്നെയാണ് അതിൻ്റെ പ്രചാരകർ. പലപ്പോഴും ചിലത് വീഴുന്ന ഘട്ടത്തിൽ ഒരു പ്രദേശം ഒന്നാകെ ഇത്തരം തട്ടിപ്പിൻ്റെ ഇരകളായി മാറുന്ന അവസ്ഥ നമുക്ക് കാണാവുന്നതാണ്. കോടിക്കണക്കിന് രൂപ പ്രവാസികൾ വ്യാപകമായി ഇതിന് ഇരയാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ചില ഘട്ടത്തിൽ സംഭവിക്കാറുള്ളത് അത് പൊളിറ്റിക്കലി ഉള്ള ഒരുപാട് ബാക്കപ്പോട് കൂടി അതിനെ മറികടന്ന് അതിൻ്റെ ആളുകൾ പോകും. നിരപരാധികളായ മനുഷ്യർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അധിക പേരും അവരുടെ ലജ്ജ കൊണ്ട്, കാരണം ഇതിൻ്റേതായ ഒരു പ്രൊസീജിയറും നമ്മൾ പാലിക്കൂല. മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിലാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് പലതും പുറത്ത് വരാതെയും നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെയുള്ള കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് നിക്ഷേപകർ വഴിയാധാരമായി പോകുന്ന സുപ്രധാനമായൊരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടുകൂടിയാണ് ഇന്നത്തെ സെമിനാർ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഏതാണ്ട് കേരളത്തിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 45% സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ 45% നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ 45% ഇത്തരം നിക്ഷേപ തട്ടിപ്പുകളാണ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു വോള്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് തമിഴ്നാടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ വളരെ ബാക്ക്വേർഡായ നിരക്ഷരായ ഒരു സമൂഹത്തിലോ ആണ് എങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം ആളുകളെല്ലാവരും അവരുടെ പ്രകൃതിയാ തന്നെ സമ്പത്തിനോട് ആർത്തിയും ആസക്തിയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള അതിശയോക്തിപരമായ ഓഫറുകളിൽ നിരക്ഷരരായ ഒരു ജനത വീഴുക എന്നുള്ളത് പലപ്പോഴും സ്വാഭാവികവുമാണ്. പക്ഷേ അതല്ലല്ലോ കേരളം എന്ന് പറയുന്നത്. കേരളം സാക്ഷരമാണ്. മാത്രമല്ല 95% ആളുകൾ ബാങ്ക് ഇടപാട് നടത്തുന്നവരാണ്, ഡിജിറ്റൽ ഇടപാട് നടത്തുന്നവരാണ്. അതോടൊപ്പം തന്നെ നല്ല ലൈഫ് സ്റ്റാൻഡേർഡ്, ജീവിത നിലവാരം, ഉയർന്ന ജീവിത നിലവാരം വെച്ചു പുലർത്തുന്നവരാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹമാണ് വളരെ അതിശയോക്തിപരമായ ഒരുപാട് ഓഫറുകളിൽ വരെ വീണുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ പ്രവാസികൾ എടുത്തു പറയേണ്ട കാര്യം, ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതായുസിൻ്റെ സമ്പാദ്യമാണ് അയാൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൊണ്ടുവരാറുള്ളത്. പലപ്പോഴും 10 കൊല്ലം, 25 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം അവർ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ആട് ജീവിതം തന്നെയാണ്. എല്ലാം ശേഷിവിനെ നീക്കി വെച്ച് അവർ സമ്പാദിക്കുന്ന സമ്പത്ത് ഇനി പ്രവാസം അവസാനിപ്പിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നിടത്ത് അവരുടെ മുമ്പിൽ അത്യാകർഷകമായി തോന്നുന്ന എന്തെങ്കിലും സംവിധാനങ്ങളിൽ കൊണ്ടുപോയിട്ട് ഒരു പഠനവും നടത്താതെയാണ് പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. എന്നിട്ട് പാപ്പരായിട്ട് ഒരു പ്രവാസി അയാളുടെ ശേഷിക്കുന്ന ജീവിതം എല്ലാം നഷ്ടപ്പെട്ടവനായി ജീവിക്കുന്ന സാഹചര്യം നമുക്ക് പ്രവാസികളുടെ കാര്യത്തിൽ കാണാൻ കഴിയും. പ്രവാസികൾ മാത്രമല്ല, സർക്കാർ സർവീസിൽ നിന്ന് കഴിയുന്ന ആളുകൾ, അതുപോലെ തന്നെ വീട്ടമ്മമാർ, അവർ സമ്പാദിച്ച തുക, ഇതിനെല്ലാം പലപ്പോഴും പ്രോപ്പറായ ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ സാമാന്യമായി പാലിക്കേണ്ടുന്ന മര്യാദകൾ പാലിക്കാത്തത് കൊണ്ടും കൂട്ടുകച്ചവടത്തിൻ്റെയും അതുപോലെ തന്നെ നിക്ഷേപങ്ങളിലും പാലിക്കേണ്ടുന്ന ഒരുപാട് അതിൻ്റേതായ ഫോർമാലിറ്റീസ് പലപ്പോഴും ശ്രദ്ധിക്കാത്തത് കൊണ്ടുമാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം പലരും ഇതിൽ വീഴുന്നത് ഒന്ന് റിസ്ക് ഇല്ലാതെ പണം നേടാമെന്ന ചിന്ത നമ്മിൽ പല ആളുകളെയും നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. റിസ്കിന് ആരും സന്നദ്ധല്ല. കയ്യിലൊരു 30 ലക്ഷം വന്നു കഴിഞ്ഞാൽ ആ 30 ലക്ഷം മാനേജ് ചെയ്യാവുന്ന സ്കില്ല് അദ്ദേഹത്തിന് തന്നെ ഉണ്ടാവും. പക്ഷേ ആ സ്കില്ല് പോലും അദ്ദേഹം യൂട്ടിലൈസ് ചെയ്യേണ്ട എന്ന് വെക്കുകയും ആ 30 ലക്ഷം വളരെ ഈസിയായി, അപ്പോൾ ആരെങ്കിലും 4 ആൾ പറഞ്ഞിട്ടുണ്ടാകും നല്ല ലാഭമാണ്, അതുപോലെ തന്നെ നല്ല പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട്, എങ്കിൽ കൊണ്ടുപോയിടട്ടെ എന്ന് വെക്കുകയല്ലാതെ
എന്താണ് ആ സംവിധാനം എന്നതിനെക്കുറിച്ച് പോലും പഠിക്കാതെ റിസ്ക് ഇല്ലാതെ പണം നേടാമെന്ന ചിന്ത പലപ്പോഴും ആളുകളെ ഇതിലേക്ക് നയിക്കുന്നുണ്ട്. രണ്ടാമത്തേതൊന്ന് എന്ന് പറയുന്നത് ഹൈ റിട്ടേൺ ആളുകൾ വേണമെന്നൊരു മോഹം ആളുകൾക്ക് ഉണ്ടാവും. ഇത്തരം പല സംരംഭങ്ങളും വലിയ റിട്ടേൺ ആണ് ഓഫർ ചെയ്യുക. എങ്ങനെയാണ് ഇതിൽ നിന്നൊരു വലിയ റിട്ടേൺ കിട്ടുക എന്ന് പോലും ചിന്തിക്കാറില്ല. നമുക്കറിയാം 4% തൊട്ട് ഒരു 5 അതുപോലെ തന്നെ 10% അല്ലെങ്കിൽ ഒരു 13, അതിനപ്പുറത്തേക്കുള്ളത് നമുക്ക് കേരളത്തിൽ പലപ്പോഴും പലതും വലിയ ഓഫർ നൽകുന്നത് പലപ്പോഴും പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിശയോക്തിപരമാണ് എന്ന് കാണാൻ കഴിയും. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ഫേമിൽ നിന്ന് സാധാരണഗതിയിൽ ഇത്ര % ലഭ്യമാണോ എന്നതിനെക്കുറിച്ചുള്ള ആലോചന പോലും ഇല്ലാതെയാണ് ആളുകൾ ഇതിൽ ഈ അർത്ഥത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് കൂട്ടുകച്ചവടം എന്നുള്ള സ്വഭാവത്തിലാണ്. ആ കൂട്ടുകച്ചവടത്തിൻ്റെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ലാഭനഷ്ട പങ്കാളിത്തം എന്നുള്ളതാണ്. അതിലും പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇൻവെസ്റ്റേഴ്സ് അതിൻ്റെ അത്തരം ഫോർമാലിറ്റീസ് പാലിക്കാറില്ല എന്നുള്ളതാണ്. ലാഭനഷ്ടത്തിൽ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലാഭമാണെങ്കിൽ ഓക്കെയാണ്, നഷ്ടമാണെങ്കിൽ ഓക്കെ അല്ല എന്നുള്ളതാണ്. ലാഭനഷ്ട പങ്കാളിത്തം എന്ന സ്വഭാവത്തിൽ അതിൻ്റെ കൂടെ നിൽക്കുന്ന കമ്മിറ്റഡായ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് കൊണ്ടു നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. മലയാളിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിശ്ചിത തുക ലഭിക്കുക, അത് ലാഭനഷ്ടത്തിൻ്റെ കണക്ക് പോലും ചോദിക്കാതിരിക്കുക, ആ കിട്ടുന്ന തുക കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഹാപ്പി ആയിരിക്കുക, എന്നിട്ട് കിട്ടുന്നതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ പണം റിട്ടേൺ ആക്കി ചോദിക്കുക എന്നതുൾപ്പെടെയുള്ള അങ്ങേയറ്റം ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത അൺപ്രൊഫഷണലായ ഇസ്ലാമികമായൊരു മാനദണ്ഡമാണ് എങ്കിൽ കൂട്ടുകച്ചവടത്തിൻ്റെ എല്ലാ മര്യാദകളും പാലിക്കാത്ത സ്വഭാവത്തിലാണ് പലപ്പോഴും ആളുകൾ കൂട്ടുകച്ചവടത്തെയും സമീപിക്കാറുള്ളത്. ഉത്തരവാദിത്തമില്ലായ്മ, അതുപോലെ തന്നെ പ്രോപ്പർ ഗൈഡൻസിൻ്റെ അഭാവം, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളാണ് പലപ്പോഴും ഇതുപോലുള്ള അപകടകരമായ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആളുകളെ എത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ലജ്ജ കൊണ്ട് പലരും പറയാറില്ല. പലപ്പോഴും ആളുകൾ എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ മുമ്പിൽ പലപ്പോഴും പല കേസുകളും വരാറുണ്ട്. പൊതു രംഗത്ത് പ്രവർത്തിക്കുന്നവരെന്ന നിലയ്ക്ക് നമ്മുടെ മുമ്പിൽ കേസുകൾ വരുമ്പോൾ പലപ്പോഴും ആളുകളോട് നമ്മൾ ചോദിക്കും, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഞാനും അദ്ദേഹവും നല്ല റിലേഷൻഷിപ്പാണ്, അദ്ദേഹത്തെ എനിക്ക് നല്ല വിശ്വാസമാണ്, അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഫാമിലിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ റിലേറ്റീവാണ്, എൻ്റെ സുഹൃത്താണ്. യഥാർത്ഥത്തിൽ അതല്ലല്ലോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാനദണ്ഡം എന്ന് പറഞ്ഞത് അയാളെ വിശ്വാസമാണ്. വിശ്വാസമല്ല, യഥാർത്ഥത്തിൽ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ വചനം എന്ന് പറയുന്നത് ആയത്തുദ്ദൈൻ എന്ന് പറയുന്ന കടത്തെക്കുറിച്ചുള്ള വിശുദ്ധ വചനമാണ്. ആ കടത്തെക്കുറിച്ച് എന്താണ് വിശുദ്ധ വചനം എന്ന് പറയുന്നത്? രേഖപ്പെടുത്തപ്പെടുക, ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള യാതൊരു പ്രൊസീജിയറും ആളുകൾ പാലിക്കാറില്ല. ബിസിനസ് അറിയുന്ന ഒരാളാണോ ഇദ്ദേഹം? പ്രൊഫഷണലി അത് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണോ ഇദ്ദേഹം? അതുപോലെ തന്നെ ഏത് ഫേമിലാണ്, ആരാണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീസിബിലിറ്റി? ഇത്തരത്തിലുള്ള പ്രൊഫഷണലിയായ ഒരു പ്രൊസീജിയറിലേക്കും പ്രവേശിക്കാതെയാണ് ഒരാൾ ഫോണിൽ വിളിക്കുന്നു, അയാളുടെ ബിസിനസ് നന്നായി നടക്കുന്നു, അത് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല എങ്കിൽ ചോദിക്കുമ്പോൾ എത്രയാണ് പെർസെൻറ്റേജ് എന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ചില ആളുകൾ കാണാത്ത ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾ, വലിയൊരു ബിസിനസ് കോഴിക്കോട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തകർന്നടിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചു ചേർത്തപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആ ബിസിനസ് ഫേം കണ്ടിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താണ്. ബിസിനസ് ഫേം കാണാതെ പഠിക്കാതെ ആളുകൾ കൊണ്ടുപോയിട്ട് തലവെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ബോധവൽക്കരണം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ അപകടകരമായ സ്വഭാവത്തിൽ ചതിക്കുഴി ബോധപൂർവം തന്നെ ആളുകളെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോധപൂർവമല്ലാതെ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ ആളുകളുടെ കയ്യിലുള്ള പണം അഥവാ ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിൽ മിച്ചം വെച്ചിരിക്കുന്ന ആളുകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആളുകളുടെ കയ്യിൽ നിന്നുള്ള പണം വാങ്ങി ബിസിനസ് ചെയ്തിട്ട് വീണു പോകുന്ന ആളുകളുണ്ട്. ബോധപൂർവം ചീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതേസമയം ബിസിനസ് ഫേമുമായി ബന്ധമില്ലാതെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ബിസിനസ് നടത്തിയിട്ട് പൊട്ടുന്ന ആളുകളുണ്ട്. രണ്ടിലും ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ് പ്രതികളെന്ന് ഞാൻ പറയാം. കാരണം ഇത് രണ്ടും പഠിക്കാൻ നമ്മുടെ മിച്ചമായ മൂല്യം, നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് പ്രാഥമികമായ സ്റ്റഡി നടത്താനും എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിർവഹിക്കുവാനും നമുക്ക് കഴിയണം. ഇസ്ലാമികമായൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് കൂട്ട് കച്ചവടം എന്ന് പറയുന്നതോടൊപ്പം തന്നെ
സമ്പത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ അത് ആളുകൾക്കിടയിൽ ക്രയവിക്രയം ചെയ്യപ്പെടുക എന്നുള്ളതാണ്. സമ്പത്ത് ആളുകൾക്കിടയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. സമ്പത്ത് എവിടെയും ഏതോ അർത്ഥത്തിൽ സംഭരിച്ച് വെക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൽ ന്യായാന്യായങ്ങളും ഹലാൽ ഹറാം അഥവാ അനുവദനീയയുടെയും വിലക്കുകളുടെയും ഒരുപാട് തലങ്ങൾ കൂടിയുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. നിങ്ങൾ ഒരാളുടേതും അന്യായമായി നിങ്ങൾ ആഹരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്നുണ്ടെങ്കിലും ബിസിനസ് നടത്തുന്നുണ്ടെങ്കിലും ന്യായാന്യായങ്ങളുടെ തലം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് വിശുദ്ധ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഖിയാമ് എന്ന സമ്പത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നിലനിൽപ്പിന് ആധാരമാണ് സ്വത്ത് എന്ന് പറയുന്നത്, നിലനിൽപ്പിന് ആധാരമാണ് സമ്പത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ തന്നെ ആധാരമായി നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമ്പത്തുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ നമ്മുടെ നിലനിൽപ്പിന് ആധാരം ഖിയാമ് എന്നാണ് ഖുർആനിൽ പറയുന്നത്. ആ ആധാരം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞ ഒന്നുമായുള്ള നമ്മുടെ ഇടപാട് എന്ന് പറയുന്നത് ആ ഗൗരവത്തിലായിരിക്കണം. വലാ തൂതു സഫാ അംവാലക്കുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അനാഥകളുമായി ബന്ധപ്പെട്ട സമ്പത്തിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ തുടർച്ച എന്ന അർത്ഥത്തിൽ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പറയുന്നത് നിങ്ങളൊരിക്കലും നിങ്ങളുടെ സ്വത്ത് വിഡ്ഢികളെ കൊണ്ട് ഏൽപ്പിക്കരുതെന്നാണ്. നമ്മൾ പല ബിസിനസ്സും തന്നെ തകർന്നടിയുമ്പോൾ നമ്മൾ നോക്കുക, ഈ പറയുന്ന മാനദണ്ഡം ഒട്ടും പാലിക്കൂല. ആരുടെ കയ്യിലാണ് ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവിടുന്നത്, ഏത് ഫേമിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിന് നടത്തിപ്പുകാരൻ ആരാണ്, എന്താണ് അതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ്, അതിൻ്റെ ഒരു ഫീസിബിലിറ്റി എത്രത്തോളമാണ്, ആ പ്രൊഡക്റ്റിന് എത്രമാത്രമാണ് സാധ്യതയുള്ളത്, ഇതൊന്നും നമ്മൾ നോക്കൂല. ആളുകളുടെ ചെറുപുഞ്ചിരിയിൽ വീണിട്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത് ഖുർആനിക് പേഴ്സ്പെക്റ്റീവിൽ തന്നെ പലപ്പോഴും ഇതിനെ സമീപിക്കാത്തതിൻ്റെ കൂടി പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സമ്പാദിക്കുക, സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുക, സമ്പത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ള തത്വത്തെ അതിൻ്റേതായ അടിസ്ഥാന മൂല്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സമീപിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഖുർആനിൽ ഖിയാം എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഫദ്ല് എന്ന് പറയുന്നുണ്ട്. ഫദ്ല് എന്ന് പറയുന്നത് ഫൈദാ ഖുദിയത്തി സ്വലാത്ത് ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് ആത്മീയവും ആരാധനാപരവുമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ജുമാ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ദൈവത്തിൻ്റെ ഫദ്ൽ അന്വേഷിച്ച് നിങ്ങൾ ഇറങ്ങുക. ഫദ്ൽ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ്. ഫദ്ൽ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്ന അർത്ഥമുണ്ട്, അതുപോലെ തന്നെ ആ ഒരർത്ഥത്തിൽ മഹത്വം എന്ന അർത്ഥമുണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനത്തെ ഔവിധം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഖുർആൻ. നിങ്ങളുടെ ദൈവവുമായി ബന്ധപ്പെട്ട ആരാധനാകർമ്മം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങണം, ദൈവത്തിൻ്റെ ഫദ്ൽ നിങ്ങൾ തേടണം എന്നാണ്. ദൈവത്തിൻ്റെ ഫദ്ൽ നിങ്ങൾ തേടണം എന്നാൽ സാമ്പത്തിക പ്രവർത്തനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ സമ്പത്ത് സൂക്ഷിച്ചു വെക്കാതിരിക്കുക, അതുപോലെ തന്നെ അത് പൂഴ്ത്തി വെക്കാതിരിക്കുക, അത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അത് ഇടപെടുന്നൊരു സാഹചര്യം ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, കൈലാ യക്കൂന ദൂലത്തൻ ബൈനൽ അഗ്നിയാ മിൻകും, നിങ്ങൾക്കിടയിലുള്ള സമ്പന്നർക്കിടയിൽ കറങ്ങേണ്ട ഒന്നല്ല സ്വത്ത്, മറിച്ച് ജനങ്ങൾ ഉള്ളവൻ്റെ കയ്യിൽ കറങ്ങേണ്ട ഒന്നല്ല, ഇല്ലാത്തവനിലേക്ക് കൂടി ഒഴുകേണ്ട ഒന്നാണ്. അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ ഒരുപാട് ക്രിയേറ്റിവിറ്റിയുള്ള ഒരുപാട് ആക്ടിവിറ്റിയിലേക്ക് വഴി തുറക്കുന്ന, എന്നാൽ അതിൻ്റേതായ അടിസ്ഥാനങ്ങളും അതിൻ്റേതായ തത്വങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രവർത്തനം വിജയിപ്പിക്കാനും ചൂഷണോത്മുഖമായ സാമ്പത്തിക പ്രവർത്തനത്തെ മറികടന്നുകൊണ്ട് ചൂഷണാത്മകമായ അല്ലാത്ത അഥവാ ആളുകളെ ചൂഷണം ചെയ്യാത്ത ജനങ്ങൾക്ക് സുഹൃതവും നന്മയും പകർന്നു നൽകാൻ കഴിയുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനത്തിന് അടിത്തറവാകുന്ന സ്വഭാവത്തിലാണ് സമ്പത്തുമായി ബന്ധപ്പെട്ടുള്ള വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമിക ദർശനത്തിൻ്റെയും എല്ലാം കാഴ്ചപ്പാടുകൾ നമ്മുടെ മുമ്പാകെ വെക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണമായിട്ട് ഭൂമിയെക്കുറിച്ച് പറയുന്നുണ്ട്, തരിശായ ഭൂമി നിങ്ങൾ തരിശായി ഇടാൻ പാടില്ല, അത് നിങ്ങൾ 3 വർഷം തരിശായി ഇടുകയാണെങ്കിൽ നിങ്ങൾക്കത് പിടിച്ചെടുക്കാം, അതുപോലെ തന്നെ അതല്ല എങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനാഥകളുടെ സ്വത്തിനെ കുറിച്ച് പറയുന്നതിന് മൻ വലിയ യതീമൻ ലഹു മാലുൻ ഫൽയത്തജിർ ഫീഹി, നിങ്ങളുടെ കയ്യിൽ ഒരു അനാഥയുടെ സ്വത്ത് നിങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ സ്വത്തായിട്ട് സംരക്ഷിക്കാതെ അത് നിങ്ങൾ കച്ചവടത്തിലേക്ക് അതിൻ്റെ ഗ്രോത്തിന് പറ്റുന്ന വഴികൾ നിങ്ങൾ ഒരുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് പകരം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ച ലഭ്യമാകുന്ന സ്വഭാവത്തിൽ, അതോടൊപ്പം തന്നെ ആളുകൾ സാമ്പത്തിക വളർച്ച സാധ്യമാകുന്ന രീതിയിൽ അതിനെ ക്രമീകരിക്കാൻ കഴിയുന്ന
മാർഗനിർദ്ദേശങ്ങളാണ് ഇസ്ലാമിക് ഫിനാൻസ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം അത് പാലിക്കാതെയാണ് പലപ്പോഴും ഇസ്ലാമിൻ്റെ പേരിൽ പോലും കൂട്ടുകച്ചവടങ്ങൾ സമൂഹത്തിനകത്ത് അരങ്ങേറുന്നത്. നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ഇസ്ലാമിക് എക്കണോമിക്സ് എന്ന് പറയുന്ന വേദിയുടെ ഭാഗത്ത് നിന്ന് വളരെ ശരിയായ പ്രോപ്പറായ ഗൈഡ് ലൈൻ കൊടുക്കുവാനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആളുകൾ സാക്ഷരരല്ല. ഇസ്ലാമിക് ഫിനാൻസിനെക്കുറിച്ച് നമ്മൾ കേരളീയ സമൂഹത്തെ സാക്ഷരരാക്കിയതുപോലെ തന്നെ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിനകത്തുള്ള ചതിക്കുഴികളെക്കുറിച്ചും കേരളീയ സമൂഹത്തെ സാക്ഷരരാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരർത്ഥത്തിലുള്ളൊരു സാക്ഷരത നമുക്ക് മലയാളികൾക്ക് നൽകാൻ കഴിഞ്ഞാൽ ഒരുപാട് നിരപരാധരായ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ശേഷിപ്പ് ഇത്തരത്തിലുള്ള ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാം നഷ്ടപ്പെടുന്ന ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയും. തീർച്ചയായിട്ടും ഇതൊരു സാമ്പത്തിക പ്രവർത്തനമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു സാമ്പത്തിക പ്രവർത്തനവും ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഒരു വലിയ ദേശീയ പ്രവർത്തനം കൂടിയാണ്. നമ്മുടെ ഏത് പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ മാനമുണ്ട്, ദേശീയ മാനമുണ്ട്. ആ ഒരർത്ഥത്തിൽ കേരളീയ സമൂഹത്തിനകത്ത് ആരോഗ്യകരമായ സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ അന്തരീക്ഷം ഒരുക്കുന്നിടത്ത് ഇതുപോലുള്ള വേദികളുടെ ഇത്തരത്തിലുള്ള സെമിനാറുകൾ ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും.